ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയ ഒരു ആനിവേഴ്സറിക്ക് വേണ്ടി ഉണ്ടാക്കിയ 4 കിലോ റെഡ്ബീ കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 2 കിലോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സെയിം മെഷറിൽ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വീണ്ടും എടുത്തിട്ടുള്ളത് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 6 മുട്ടയും അതിലേക്കുള്ള വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ആദ്യത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമ്മൾ റാസ്ബെറി റെഡ് കളർ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 കിലോ സ്ക്വയർ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ടൊരു അലുമിനിയത്തിൻ്റെ ചെമ്പിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ അലുമിനിയത്തിൻ്റെ ചെമ്പിൻ്റെ മുകളിലൊരു അടപ്പ് വയ്ക്കുക. നല്ലൊരു കനമുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒന്നിൽ നമ്മൾ റെഡ് ഗനാഷ് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒന്നിൽ നമ്മൾ പേര് എഴുതുകയാണ്, ആനിവേഴ്സറിക്കുള്ള ആൾക്കാരുടെ പേര് എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്തും ചെയ്യണം പോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ എന്തെങ്കിലും ഒരു മിഠായി പൊടിച്ചതിട്ട് കൊടുക്കാം. ഇവിടെ കിക്കറ്റ് പൊടിച്ചിട്ടാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഒരു കേക്കിൽ പീച്ച് വൈറ്റ് ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു പീച്ച് വൈറ്റ് കോംബോ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം.
ബ്രെഡ് ഗനാഷ് വെച്ചിട്ട് ഷുഗർ ബോൾസാണ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കേക്ക്. നല്ല കേക്കാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.